വിവോയിൽ നമ്മൾ വെറും 3x പെരിസ്കോപ്പിക് ലെൻസ് വെച്ചിട്ടാണ് ഈ വക സൂമിങ് നമ്മളിവിടെ കൊണ്ടുവന്നേക്കുന്നത്. അതിന് ആരോടെ താങ്ക്സ് പറയണമെന്ന് അറിയാം, സായസ് ഒപ്റ്റിക്സിനോടും അതേപോലെ തന്നെ ഇതിൽ വന്നേക്കുന്ന AI-യോടും. സാധാരണ നമ്മളൊരു ഫോണിൽ നിന്ന് ഒരു സാധനം മാക്രോ മോഡിൽ എടുക്കുമ്പോൾ നമ്മൾ ആ ഒബ്ജക്റ്റിന്റെ അടുത്തേക്ക് പോയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തെടുക്കണം. ആക്ച്വലി അവിടെയാണ് വിവോ ഈ ഒരു ഐഡിയ കൊണ്ടുവന്നത്. അവർ ടെലിഫോട്ടോയിലാണ് സൂപ്പർ മാക്രോ കൊണ്ടുവന്നേക്കുന്നത്. സോ നമ്മൾ ഒബ്ജക്റ്റിന്റെ അടുത്ത് പോകാതെ തന്നെ നമ്മൾ ടെലി ലെൻസ് യൂസ് ചെയ്തുകൊണ്ട് മാക്രോ മോഡ് ഇനേബിൾ ചെയ്യുന്നു. ഇനി അടുത്ത എടുത്തു പറയേണ്ട 300 സീരീസിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ മാറ്റമാണ് സയസ് ലെൻസിന്റെ ഇവരുമായിട്ടുള്ള കൊളാബറേഷൻ. സയസ് ലെൻസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതിന്റെ മുകളിൽ ഒരു ടീ കോട്ടിങ് ചെയ്തിട്ടുണ്ട്. അതായത് ക്യാമറയുടെ ബാക്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു സ്റ്റാർട്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അതാണ് ആ ടീ കോട്ടിങ്. ഈ ടീ കോട്ടിങ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമുക്ക് ഈ വരുന്ന റിഫ്ലക്ഷൻസ് അതേപോലെ ഗ്ലെയർ ഇതുപോലുള്ള സാധനങ്ങൾ പിന്നെ ഗോസ്റ്റിംഗ് എഫക്റ്റ് ഒക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പോർട്രേറ്റിലെ എഡ്ജ് ഡിറ്റക്ഷൻ ഐഫോൺ യൂസേഴ്സിന് പലർക്കും ഉണ്ടാവുന്ന ഒരു സംഭവമാണ് എഡ്ജ് ഡിറ്റക്ഷനിൽ ഫെദർനെസ് അത് പ്രോപ്പർ അല്ല പല സമയത്തും. ആ സമയത്ത് വിവോയില് എഡ്ജ് ഡിറ്റക്ഷൻ വളരെ വളരെ കീനാണ്. ഈവൻ ഹെയർ സ്ട്രാൻഡ്സ് പോലും പോർട്രേറ്റ്സിൽ നമുക്ക് എടുത്ത് കാണാമെന്നുള്ളതാണ് നമ്മൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ. അടുത്ത ഇതിനകത്ത് ഏറ്റവും വലിയൊരു മാറ്റം വന്നേക്കുന്നതാണ് ഇതിനകത്തിലെ ആഡ് ചെയ്തേക്കുന്ന AI എൻഹാൻസ്മെന്റ്. അതായത് നമുക്ക് ഇതിനകത്ത് വന്നേക്കുന്നത് മീഡിയാടെക്കിന്റെ ഡിമെൻസിറ്റി ആണ്. അതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ ഇതിന്റെ പ്രോസസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഈ 3x സൂം വെച്ചിട്ട് നമുക്കറിയാം ഒരു 1.5 ലെവലിൽ നമ്മൾ സൂം ചെയ്തു പോകും. ഈ സൂം ചെയ്തു പോകുമ്പോൾ ഓഫ് കോഴ്സ് അതിന്റെ ക്ലാരിറ്റിയിൽ ഡിഫറൻസ് വരുന്നു. ഈ ക്ലാരിറ്റിയിലെ ഡിഫറൻസ് സയസും പിന്നെ ഇതിൽ വന്നേക്കുന്ന AI കൂടെയും കൊളാബ് ചെയ്തുകൊണ്ട് അടിപൊളിയാക്കിയിട്ട് നമ്മൾ കണ്ടാ വിശ്വസിക്കത്തില്ല, ആ പോസ്റ്റ് പ്രൊഡക്ഷനിൽ അവരത് റെഡിയാക്കിയിട്ട് ഫൈനൽ ഔട്ട്പുട്ട് കിടിലാക്കി തരും. AI എൻഹാൻസ്മെന്റ് ഓൺ ക്യാമറ അതിൻ്റെതായിട്ടുള്ള പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. സോ AI എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു സിനാരിയോയില് ഒരു മരത്തിലിരിക്കുന്ന കുറെ കിളികളുടെ ഫോട്ടോ എടുക്കാം. ഞാൻ ക്ലിക്ക് ചെയ്യുന്ന മൊമെന്റിൽ ആ കിളിയുടെ മൊമെന്റ് വളരെ രസമില്ല. പക്ഷെ ഫോട്ടോ പ്രോസസ് ചെയ്ത് വരുന്ന സമയത്ത് ആ കിളിയുടെ വളരെ പറക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു സാധനമായിരിക്കും എനിക്ക് ഫോട്ടോ ആയിട്ട് കിട്ടുക. സോ ഇതാണ് ഇതിന്റെ പോസിറ്റീവ് സൈൻ. നെഗറ്റീവ് സൈൻ, ഒരു പറക്കുന്ന കിളീനെ ഞാൻ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് ഫുൾ സൂമിലൊക്കെ ആണെങ്കിൽ ആ കിളീനെ ഇവർ റീഷേപ്പ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിന്റെ നാച്ചുറാലിറ്റീനെ അത് ബാധിക്കുന്നുണ്ട്. ഇതാണ് അതിന്റെ പ്രോസ് ആൻഡ് കോൺസിലെ കോൺ എന്ന് പറയുന്നത്. സോ എല്ലാവരും കോമൺ ആയിട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് X300 Pro അതിന്റെ വീഡിയോഗ്രാഫി എങ്ങനെയുണ്ട്. 4K 30fps 4K 60fps 4K 120fps സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ 8K 30fps സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലോഗോ ഉണ്ട്, എല്ലാം ഉണ്ട്. ഈവൻ ദോ I still prefer iPhone വീഡിയോഗ്രാഫി. കാരണം ഐഫോൺ വീഡിയോഗ്രാഫിയുടെ സ്മൂത്ത്നെസ്സും സ്റ്റെബിലിറ്റിയും അത് വേറൊന്നിലും ഇതുവരെ കണ്ടിട്ടില്ല.